ഉയർപ്പ് ധ്യാനത്തിലേക്ക് സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 11 വരെ. ഏതാണ് ഏവൻഗേലിയൻ ഭാഗം? 50 നോമ്പിൻ്റെ അവസാന ഞായറാണ്. എല്ലാ സുവിശേഷങ്ങളിലും കർത്താവിൻ്റെ ഉയർപ്പിനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഭാഗം നമ്മോട് പറയുന്ന 3 ധ്യാനചിന്തകൾ. 1, റിസറക്ഷൻ ഈസ് ആൻ എൻകൗണ്ടർ. ഉയർത്തെഴുന്നേൽപ്പ് ഒരു കൂടിക്കാഴ്ചയാണ്. മർക്കോസ് പറയുന്നു, മഗ്ദലക്കാരത്തി മറിയേ, യാക്കോബിൻ്റെ അമ്മ മറിയേ, ശലോമയും കല്ലറയ്ക്കൽ ചെന്നു. മഗ്ദലക്കാരത്തി മറിയ ഒരു പേഴ്സണൽ എൻകൗണ്ടർ യേശുക്രിസ്തുമായി നടത്തുകയാണ്. അവൾക്ക് മാത്രം അറിയാവുന്ന, അവൾ മാത്രം അനുഭവിച്ച ഒരു കൂടിക്കാഴ്ച. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ്. സുഹൃത്തെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾ കർത്താവിനെ അനുദിനമായി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അത് ഓരോ നിമിഷങ്ങളിലും കർത്താവിൻ്റെ പ്രസൻസ് നമ്മളിൽ ഉളവാക്കുന്ന അനുഭവത്തിൻ്റെ പേരാണ് റിസറക്ഷൻ. 2, റിസറക്ഷൻ ഈസ് ആൻ എംപോഡിമെൻറ്റ്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ഒരു ശക്തീകരണമാണ്, ശരീരത്തിൽ വഹിക്കുന്നതാണ്, ഒരു ശക്തിപ്പെടുത്തലാണ്. ശിഷ്യന്മാരെ എന്ന് ശ്രദ്ധിക്കുക. ഉയർത്തെഴുന്നേൽപ്പ് കർത്താവിനെ ദർശിച്ച ശിഷ്യന്മാർ പിന്നെ അവരല്ല, അവർ ശരീരത്തിൽ ശക്തരായി മുൻപോട്ട് പോയാണ്. മഗ്ദലക്കാരത്തി മറിയ ലോകമെല്ലാം, പ്രത്യേകിച്ച് ഗലീലയിൽ പോയി പറയുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, ശ്രദ്ധിക്കേണ്ടത്, അതുവരെയും ഒരു സ്ത്രീ ദൈവത്തെപ്പറ്റി പറയാൻ അവകാശമില്ലാത്ത ഒരു സംസ്കാരമുള്ളിടത്ത് ഈ മഗ്ദലക്കാരത്തി മറിയ ചെന്ന് പറയുകയാണ്, ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ യേശുവിനെ അറിഞ്ഞു. അവൾ തൻ്റെ ശരീരത്തിൽ, തൻ്റെ മനസ്സിൽ, തൻ്റെ ഉണ്മയിൽ യേശുവിനെ വഹിക്കുകയാണ്. ഇതാണ് ഉയർപ്പ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഉണ്മയിൽ യേശുവിനെ എതിരേൽക്കുകയും വഹിക്കുകയും ചെയ്യുന്ന അനുഭവത്തിൻ്റെ പേരാണ് റിസറക്ഷൻ. റിസറക്ഷൻ ഈസ് ആൻ എംബോഡിമെൻറ്റ്. 3, റിസറക്ഷൻ ഈസ് ആൻ എൻറിച്ച്മെൻറ്റ്. ഒരു സമൃദ്ധിയാണ് ഇത് നമുക്ക് നൽകുന്നത്. ഉയർത്തെഴുന്നേറ്റ് യേശു അവനെ അഭിമുഖീകരിച്ചു, അവനെ ശരീരത്തിലും മനസ്സിലും വഹിച്ചു, ആത്മാവിൽ ഉൾക്കൊണ്ടു. അത് നൽകുന്ന ഒരു സമൃദ്ധിയുണ്ട്. ആദിമകാലത്തെ ശിഷ്യന്മാരെ ശ്രദ്ധിക്കൂ, വിശ്വാസികളെല്ലാം ശ്രദ്ധിക്കൂ. അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു? നിക്കാ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ AD 325 അന്ന് ഒത്തുകൂടിയ ബിഷപ്പുമാർ, അവർ ഭൂരിഭാഗം പേർക്കും അംഗഹീനം സംഭവിച്ചവരാണ്. ഒരാളെ പറ്റി പറയുന്നത്, അവർക്ക് 2 കൈയുമില്ലാത്തൊരു ബിഷപ്പ്. ഇതിനകത്ത് ഒപ്പിടുന്നത് വായിൽ പേന പോലെ പിടിച്ച ഒരു ഉപകരണം കൊണ്ടാണ് ആ സുന്നഹദോസിൽ ഒപ്പിടുന്നത്. യേശുവിന് വേണ്ടി ഇത്രയും സഹിക്കാൻ കാരണം എന്താണ്? ഉയർത്തെഴുന്നേറ്റ് യേശു ഒരു കെട്ടുകഥയല്ല സുഹൃത്തെ. ഉയർത്തെഴുന്നേറ്റ് യേശു ഒരു അനുഭവമാണ്. ഉയർത്തെഴുന്നേറ്റ് യേശു അവർ ആത്മാവിലും ശരീരത്തിലും വഹിക്കുന്ന വലിയൊരു ഫിനോമിന. ഉയർത്തെഴുന്നേറ്റ് യേശു അവരുടെ ഒരു സമൃദ്ധിയാണ്. ഇന്ന് നിങ്ങൾ ഈ വഴിത്താരകളിൽ കൂടെ നടക്കുമ്പോൾ മറ്റുള്ളവർ പറയണം, നിൻ്റെ ജീവിതത്തിൻ്റെ സമൃദ്ധി അത് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സമൃദ്ധിയാണ്. ഹാപ്പി ഈസ്റ്റർ.